വെൽക്കം ടു ബൈസൈക്കിൾ ജേണി വിത്ത് നാസ് ബൈക്സ് ഓൺ. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഇത് ശരിക്കുമുള്ളൊരു ഫുൾ റിവ്യൂ വീഡിയോ ഒന്നുമല്ല, നമ്മുടെ കയ്യിലുള്ള വണ്ടി ഒന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ആളുകൾ നമ്മളോട് എൻക്വയറി ചെയ്യുന്ന കാര്യമാണ് റോഡ് ബൈക്കിനെ കുറിച്ച്, എസ്പെഷ്യലി എൻട്രി ലെവൽ റോഡ് ബൈക്ക്. നമുക്ക് കുറച്ച് എൻട്രി ലെവൽ റോഡ് ബൈക്സ് വന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ട്രിനിക്സിൻ്റെ ക്ലൈംബർ 2.0 എന്ന് പറയുന്ന മോഡലാണ്. എല്ലാ സൈസൊന്നും അവൈലബിൾ അല്ല കേട്ടോ. നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള സ്മോൾ സൈസ് വണ്ടികൾ മാത്രമാണ് നമുക്കിപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഈ ഒരു കളറും ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു ബ്ലൂ ഷെയ്ഡും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വേണ്ട എല്ലാ സ്പെസിഫിക്കേഷനുമുള്ള ഒരു വണ്ടിയാണ് ഈ 2.0 എന്ന് പറയുന്നത്. ശരിക്കും നമ്മളിതെടുത്ത് നോക്കുകയാണെങ്കിൽ ഷിമാനോ ക്ലാരിസ് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഗ്രൂപ്പ് സെറ്റും കാര്യങ്ങളുമൊക്കെ വരുന്നത്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 48,000 ആണ് നമുക്ക് ഇന്ത്യയിൽ നിന്നിപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു വണ്ടിയും അതിൻ്റെ സ്പെസിഫിക്കേഷനും പറയുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ റോഡ് ബൈക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിൽ ബൈക്ക് വേണമെങ്കിൽ നമ്മളെ വിളിക്കൂ എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കാം. ഇത് പ്യുവർലി ഒരു 6061 വരുന്ന അലോയ് ഫ്രെയിമുള്ള ബൈക്കാണ് ഇത് വരുന്നത്. നമ്മളിതിൻ്റെ ഫ്രെയിമിൻ്റെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഫ്രെയിമിൻ്റെ വെൽഡിങ് ക്വാളിറ്റിയും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ബൈക്ക് വരുന്നത് നമുക്ക് ഇൻറ്റേർണൽ കേബിൾ റൂട്ടിംഗ് ആണ് നമുക്ക് ഈ ഒരു വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ സാധാരണ റോഡ് ബൈക്കിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് 2 ബോട്ടിൽ ഗേജ് വെക്കാനുള്ള ഓപ്ഷൻസും ഈ വണ്ടിക്കകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. 2 ബോട്ടിൽ ഗേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന 2 ബോട്ടിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ബോട്ടിൽ ഗേജ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഫോർക്കാണ്. ഇതിൻ്റെ ഫോർക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബ്ലേഡഡ് ടൈപ്പ് ഫോർക്കാണ് വരുന്നത്. അതുപോലെ നമ്മൾ ഇനി നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പെയിൻറ്റ് ഫിനിഷും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ സാധാരണഗതിയിൽ എല്ലാ വണ്ടിയും ചെയ്യുന്ന പോലെ തന്നെ നമ്മളിതിൻ്റെ പെയിൻറ്റ് ഫിനിഷും കാര്യങ്ങളുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ വണ്ടിയിൽ കാണുന്ന അതേ സെയിം ഫിനിഷിങ്ങും ക്വാളിറ്റിയും നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയിലും കാണാൻ സാധിക്കും. ഇനി നമ്മളിതിൻ്റെ കോമ്പോണൻസ് ആണ് നോക്കുന്നത്. അതായത് സ്റ്റെം എടുത്താലും ഹാൻഡിൽ ബാർ എടുത്താലും സീറ്റ് പോസ്റ്റ്, ഈ 3 കാര്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് അലോയ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ട്രിനിക്സിൻ്റെ തന്നെ ഹാൻഡിൽ ബാറും സ്റ്റെമ്മും സീറ്റ് പോസ്റ്റുമാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രെയിമിൻ്റെ ജോമെട്രിയാണ്. ഇത് പ്യുവർലി ഒരു എൻഡ്യൂറൻസ് ജോമെട്രി ഉള്ള ഒരു വണ്ടിയാണിത്. ഇനി ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10,400 ആണ് ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. ഓൾമോസ്റ്റ് ക്ലാരിസ് ഗ്രൂപ്പ് സെറ്റ് വരുന്ന മറ്റേതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് എടുത്താലും അതിൻ്റെയൊക്കെ വെയിറ്റിനോട് ഒപ്പം തന്നെയാണ് ഈ ഒരു ബൈസൈക്കിളിൻ്റെ വെയിറ്റും വരുന്നത്. നമ്മളിനി നോക്കേണ്ടത് ഇതിൻ്റെ ഗ്രൂപ്പ് സെറ്റാണ്. നമ്മളിതിൻ്റെ ഗ്രൂപ്പ് സെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഫുള്ളി ഷിമാനോ കോമ്പിനേഷനാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഷിഫ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ക്ലാരിസ് ആണ് വരുന്നത്. ഇത് 8x2 എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് നമുക്ക് ഈ ഒരു വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ഡീറാലിൻ്റെ എടുത്ത് നോക്കിയാൽ ഷിമാനോ ക്ലാരിസ് R2000 ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ റിയർ ഡീറൈലർ എടുത്ത് നോക്കിയാലും നമുക്ക് ഷിമാനോ ക്ലാരിസ് R2000 തന്നെയാണ് വരുന്നത്. ഇനി നമ്മളിതിൻ്റെ ചെയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് KMCയുടെ ചെയിനാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ക്രാങ്ക് എന്ന് പറയുന്നത് അലോയ് ക്രാങ്ക് ആണ്. 3450 ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. സാധാരണഗതിയിൽ നമുക്ക് റോഡ് ബൈക്കിൻ്റെ അകത്ത് കാണുന്ന അതേ രീതിയിലുള്ള ഒരു കോമ്പിനേഷനാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്തും കാണാൻ സാധിക്കുന്നത്. നമുക്കിതിൻ്റെ കാസറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 1125 ആണ് ഇതിൻ്റെ കാസറ്റ് വരുന്നത്. സാധാരണഗതിയിൽ റേസ് ചെയ്യുന്നവരൊക്കെയാണ് 1125 യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു എൻഡ്യൂറൻസ് ബൈക്കാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് കമ്പനി ഇതിൻ്റെ അകത്ത് 1125 കാസറ്റ് ആഡ് ചെയ്തിരിക്കുന്നുള്ളത്. ഉറപ്പായിട്ടും നമ്മളൊരു എൻഡ്യൂറൻസ് റൈഡർ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാസറ്റ് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളത് 1128 അല്ലെങ്കിൽ 1132 കൊണ്ടുവരാവുന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ബ്രേക്കിനെ കുറിച്ചാണ്. ഇതിൻ്റെ അകത്ത് കാലിപ്പർ ടൈപ്പ് ബ്രേക്ക് സിസ്റ്റമാണ് വരുന്നത്. വിൻസിപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെയും നമ്മൾ ട്രിനിക്സ് 2.0 വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. വിൻസിപ്പിൻ്റെ ബ്രേക്കാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ വീൽസാണ്. നമ്മൾ ദൂരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാർബൺ വീൽസൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീല് കിട്ടും. ട്രിനിക്സിൻ്റെ തന്നെ റിമ്മാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 24 ഹോൾസ് ആണ് ഇതിൻ്റെ ഹബ്ബ് വരുന്നത്. സോളൻ്റെ ആണ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഹബ്ബ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടയർ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 700x25C ടയറാണ് വരുന്നത്. CSTയുടെ ടയറാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ സാഡിലിനെ കുറിച്ചാണ്. നമുക്ക് സാധാരണ വണ്ടിയിലെ കാണുന്ന പോലെ തന്നെ ട്രിനിക്സിൻ്റെ ഒരു സാഡിലാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്തും വരുന്നത്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ഒരു വണ്ടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നിടം വരെ നാസർ സൈനിങ് ഓഫ്.